പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് പരാതിക്കാരന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. നാളെ കൊച്ചിയിലെ ഇ.ഡി. ആസ്ഥാനത്ത് രേഖകളുമായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുനർജനി പദ്ധതിക്കായി പണം പിരിച്ചതുവഴി വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിക്കപ്പെട്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. വീണ്ടും മൊഴിയെടുക്കുന്നത്. പ്രധാന പരാതിക്കാരനും കാതിക്കുടൻ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റുമായ ജെയ്സൺ പാനിക്കുളങ്ങരയ്ക്കാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ.ഡി. നോട്ടീസ് അയച്ചത്. ബുധനാഴ്ച രാവിലെ തെളിവുകളുമായി കൊച്ചി ഓഫീസിലെത്താനാണ് നിർദ്ദേശം. ജെയ്സൺ പാനിക്കുളങ്ങരയിൽ നിന്ന് ഇ.ഡി. നേരത്തെ മൊഴിയെടുത്തിരുന്നു. ബർമിംഗ്ഹാമിലെത്തി പണം പിരിച്ചെന്ന് വി.ഡി. സതീശൻ സമ്മതിക്കുന്ന ഇലക്ട്രോണിക് തെളിവുകൾ ഇ.ഡിക്ക് കൈമാറിയിരുന്നു. പണം അഭ്യർത്ഥിക്കുന്നതടക്കമുള്ള തെളിവുകളും കൈമാറി. സതീശന് വിദേശത്ത് പണപ്പിരിവ് നടത്താൻ അനുമതിയില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ, വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ച് CBI നൽകിയ കത്ത്, വിജിലൻസിന് നൽകിയ പരാതികൾ, സ്വീകരിച്ച തുടർ നടപടികൾ, കത്തിടപാടുകൾ എന്നിവയും കൈമാറി. പറവൂരിൽ പ്രളയബാധിതർക്ക് വീട് നൽകാൻ പുനർജനി എന്ന പേരിൽ വിദേശത്തുൾപ്പെടെ അനുമതിയില്ലാതെ പണം പിരിച്ചുവെന്നാണ് കേസ്. പണം പിരിക്കാനല്ല വിദേശത്തു പോയതെന്ന് നിയമസഭയിൽ പറഞ്ഞ MLA വിദേശത്തു പോയി പിരിച്ച പണം പറവൂരിൽ വിതരണം ചെയ്തെന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.